ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാണെന്നുള്ള പേരും പറഞ്ഞ് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിച്ചില്ലേ? അപ്പൊ നീ ഒരു കാവൽ പട്ടിയെ പോലെ ഇവിടെ കിടക്കണം. ഞങ്ങൾ കുരയ്ക്കാൻ പറഞ്ഞ കുരയ്ക്കണം, ആരെങ്കിലും കടിക്കാൻ പറഞ്ഞ കടിക്കണം. മനസ്സിലായോ? ഇവളെങ്ങനെ തിരിച്ചു വന്നു? ഇവളെ അപ്പോ അവര് കൊണ്ടുപോയില്ലേ? കീർത്തി, ഈശ്വര, ഇവളത് എവിടെ പോയി? അയ്യോ, അപ്പൊ അവരാരെ കൊണ്ടുപോയത്? ഹലോ മാഡം, കൂടെ കൂടെ ഇങ്ങനെ വിളിക്കില്ലെന്ന് പറഞ്ഞല്ലേ? ഞങ്ങൾ അവളെ കോറിയിലിടാൻ തുടങ്ങുക. അതെ, നിങ്ങൾ ഇവിടുന്ന് ആരെ പിടിച്ചോണ്ട് പോയത്? ഡ്രസ്സിംഗ് റൂമിലേക്ക് അവള് മാത്രമേ വരുള്ളൂ എന്നല്ലേ മാഡം പറഞ്ഞത്? പിന്നെന്താ? നിങ്ങളിപ്പോ എവിടെ എത്തിയ അത് പറ, ഞാൻ അങ്ങോട്ട് വരാം. ദേ, ഞാൻ വന്നിട്ടല്ലാതെ നിങ്ങളൊന്നും ചെയ്തു പോരുതേ. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളിപ്പോ എവിടെന്നൊന്നും പറ. ഞങ്ങൾ കൈതാമ്പറമ്പിലെ പാറക്കോറിയിലാ. അയ്യോ ദൈവമേ, ദേ ഞാൻ അങ്ങോട്ട് വരാം. ശരി മാഡം. അയ്യോ, ഡാടാ, നിർത്ത്. അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതിനുശേഷം എന്തെങ്കിലും ചെയ്താൽ മതി എന്നാ പറഞ്ഞേ. എന്റെ അണ്ണാ, ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും വന്ന് കണ്ട പ്രശ്നമാവേ. ആ, പാറ പൊട്ടിക്കുന്നുണ്ടോ നോക്കാൻ സ്കൂഡ് വരും. അവരുടെ കയ്യിൽ കിട്ടിയാലും മതി. ആ, അവര് വരട്ടെ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എവിടെ? നിങ്ങൾ കൊണ്ടുവന്ന പെൺകുട്ടി എവിടെ? അത് ചാക്കി കെട്ടിയിട്ടേക്കാണ് മാഡം. അയ്യോ, ഇത്രയും നേരം അനക്കമുണ്ടായിരുന്നു, ഇപ്പൊ അതിനകത്ത് കിടന്ന് ചത്തുന്നാ തോന്നുന്നത്. അയ്യോ ദൈവമേ, എന്റെ മോള്. അയ്യോ മോള്, അയ്യോ മോളെ, മോളെ, എന്റെ മോളെ. അയ്യോ മോളെ. മാഡം, അത് തുറക്കരുത്, അത് അപകടമാണ്. താൻ പോടോ മോളെ. അയ്യോ അയ്യോ, എനിക്ക് മോളെ. അയ്യോ, എന്റെ മോള്. അയ്യോ അയ്യോ, മോളെ. അയ്യോ അയ്യോ മോളെ. മോളെ. അയ്യോ 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 മോളെ. അമ്മ, എന്റെ ദൈവമേ, അമ്മ എന്ത് പണിയമ്മ കാണിച്ച. യുവമാരനെ എന്തോരം തല്ലിന്നറിയോ? അമ്മ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിലേ യുവമാരിപ്പ എന്നെ കൊന്നേനെ.
മാഡം ഇത് മാഡത്തിന്റെ മകളായിരുന്നോ? ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നല്ലേടാ നിനക്കൊക്കെ. ആ കൂടെ അവിടെ വേറെ ആരും ഡ്രസ്സിംഗ് റൂമിലേക്ക് വരില്ലെന്നല്ലേ മാഡം പറഞ്ഞത്? അതുമല്ല അവളുടെ മുഖം ഞങ്ങൾ ശരിക്കും കണ്ടിട്ടില്ലല്ലോ. നല്ല വേദനയുണ്ട് അമ്മ. യുവമാരനെ ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്ത്. പോട്ടെ മോളെ, തല്ലാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. പക്ഷെ നീ ആയിരുന്നു എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഇനി നമുക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട അമ്മ. അയ്യോ എനിക്ക് വയ്യ. പൊന്നു മോള്. അയ്യോ ഇവിടെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയുടെ വിശേഷങ്ങൾ അറിയാനായിരുന്നു ഇവക്ക് താല്പര്യം. പക്ഷെ നവീന്റെ മുന്നിലേക്ക് ചെന്നപ്പോ എല്ലാം അങ്ങോട്ട് മാറി. സിനിമ സ്റ്റൈലല്ലേ അവള് റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ അഭിനയിച്ച് തകർത്തത്. ഞാനേ അവിടെ നിന്നേ ഉള്ളൂ, അവര് പറയുന്നതൊക്കെ കേട്ടെന്നേ ഉള്ളൂ. എന്റെ മനസ്സൊന്നും അവിടെ ആയിരുന്നില്ല, എന്റെ അമ്മയുടെ അടുത്തായിരുന്നു. ഓ, അമ്മ ചാകാൻ കിടക്കുന്നത് ആലോചിച്ചിട്ടും ഇത്രയും ഭംഗിയായി അഭിനയിച്ച് ബലിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചു അല്ലേ? അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കില് നീ എന്റെ മുന്നിൽ വെച്ചെന്നെ നവീനെ സ്വന്തമാക്കിയേനെ. മാഡം, ഇതൊക്കെ കേട്ട് നിൽക്കാനേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ ഇത് കേക്കണം. വെറുതെ ഒന്നും അല്ലല്ലോ, അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാണെന്നുള്ള പേരും പറഞ്ഞ് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിച്ചില്ലേ? അപ്പൊ നീ ഒരു കാവൽ പട്ടിയെ പോലെ ഇവിടെ കിടക്കണം. ഞങ്ങൾ കുരയ്ക്കാൻ പറഞ്ഞ കുരയ്ക്കണം, ആരെങ്കിലും കടിക്കാൻ പറഞ്ഞ കടിക്കണം. മനസ്സിലായോ? ഗാഥ മാഡം, കൃഷ്ണ കരുതി കൂട്ടി അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾക്കത് തോന്നില്ല. ഇവളെ നിങ്ങളെ മയക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കണ്ടു നിന്നത് ഞാനാ. മമ്മി, ഇനി വിവാഹത്തിന് മുന്നേ നടക്കുന്ന എല്ലാ ചടങ്ങിലും ഇവളെ കയറ്റി നിർത്തണ്ട, ഞാൻ ചെയ്തോളാം. ഇവള് കതിർമണ്ഡപത്തില് താലി കെട്ടാൻ മാത്രം നിന്നാ മതി. അങ്ങനെ ചെയ്യുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊന്നും ശരിയാവില്ല. താലികെട്ട് വരെയുള്ള എല്ലാ ചടങ്ങുകളിലും കൃഷ്ണ തന്നെ പങ്കെടുക്കണം. മമ്മിക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവളെ അഴിച്ചുവിട്ടാലേ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കുടുംബവും കൊള്ളയടിച്ചിട്ട് ഇവള് പോവുള്ളൂ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മി ഇങ്ങ് വന്നേ. മമ്മിയോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വന്നേ മമ്മി. മമ്മി ഇങ്ങോട്ട് വരാൻ. സിനി ചേച്ചി, ഗാഥ പറഞ്ഞ പോലെ ഇനിയുള്ള കാര്യങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണേ. എനിക്ക് അത്രയും സമയം എന്റെ അമ്മയുടെ അടുത്ത് നിൽക്കാലോ. നോക്കാം കൃഷ്ണ.